മത്തങ്ങ ഇതുപോലെ പീസസ് ആക്കിയിട്ടുണ്ട്. തൊലിയോടുകൂടി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച കാരണം കൊണ്ട് തൊലി റിമൂവ് ചെയ്തിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക്, ജീരകം, വെളുത്തുള്ളി കട്ട് ചെയ്തത്, വറ്റൽമുളക്, കറിവേപ്പില, മത്തങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി നന്നായി സോട്ട് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 10-15 മിനിറ്റുള്ള ആവട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തേക്കണേ. മത്തങ്ങയുടെ കഷ്ണങ്ങൾ വെന്തുടഞ്ഞ് പോകരുത് കേട്ടോ. തീ കുറച്ച് വെച്ചതിന് ശേഷം അധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കണേ. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിളയ്ക്കാനേ പാടുള്ളൂ, അല്ലാണ്ട് തിളപ്പിക്കരുത് തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ കേട്ടോ. കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ തിളച്ച് വന്ന് തുടങ്ങിയിട്ട് ഞാൻ തീ ഓഫ് ചെയ്യാണ്. കുറച്ച് മല്ലിയില. നമ്മളുടെ മത്തങ്ങ വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും ചോറിനും കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.